ഹലോ, ഇന്ന് നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയുടെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന കുറേ ഫണ്ടമെന്റൽ വാല്യൂസിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫണ്ടമെന്റൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെമോക്രസി, ഫെഡറലിസം, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, ഇതെല്ലാം ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു 6-7 ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UPSC പ്രിലിംസിന് ഇതിൽ നിന്ന് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് ലിബർട്ടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇക്വാലിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഡെഫിനിഷൻസ്, അതിൻ്റെ വേരിയസ് ആസ്പെക്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ ഫസ്റ്റ് കണ്ടന്റ്, ഇപ്പം ഇന്ത്യൻ പൊളിറ്റിയുടെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടന്റ് പഠിക്കേണ്ടുന്ന റീജിയൻ എന്ന് പറയുന്നത് NCERT ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കേണ്ടത്. അപ്പം NCERT ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഇപ്പം 8th സ്റ്റാൻഡേർഡ് NCERT ഉണ്ട്, അതുപോലെ തന്നെ 9th സ്റ്റാൻഡേർഡ് NCERT ഉണ്ട്, 10th സ്റ്റാൻഡേർഡ് NCERT ഉണ്ട്. ഇത് മൂന്നും വായിക്കുക. ഇതിനകത്ത് ഒരുവിധം ബേസിക് കണ്ടന്റ്സ് ഇല്ല. ഇപ്പോൾ ഫെഡറലിസം, കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം കിട്ടും. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് നേഷൻ സ്റ്റേറ്റ് പോലത്തുള്ള കണ്ടന്റുകൾ നമുക്ക് പൊളിറ്റിക്കൽ തിയറി ക്ലാസ് 11ഉം 12ലും ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ നെറ്റ്വർക്കും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ തിയറിയിൽ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, അല്ലെങ്കിൽ പൊളിറ്റിയുടെ ഏറ്റവും ബേസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന കണ്ടന്റുകളാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡെഫിനിഷൻസ് ആണ് നമുക്ക് ഏറ്റവും ബേസ് ആയിട്ട് വരുന്നത്. അപ്പം ഇതിനകത്തെ പല വേരിയേഷൻസ് അല്ലെങ്കിൽ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വെൽക്കം ടു ഇന്ത്യൻ പൊളിറ്റി. നമുക്ക് ഓരോ കണ്ടന്റ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തത് ഡെമോക്രസി. ഫസ്റ്റ് ഐഡിയ ഈസ് ഡെമോക്രസി. ഇപ്പോൾ ഡെമോക്രസിയുടെ കൺസെപ്റ്റ് നോക്കിയാൽ, ഡെമോക്രസി ഇപ്പം ഇന്ത്യ ഫുള്ള് നമ്മൾ ഡെമോക്രസി ആണ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ നമ്മൾ ഡെമോക്രസി ആണ് ഫോളോ ചെയ്യുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഡെമോക്രസി എന്ന് പറയുമ്പോൾ നമുക്ക് 2 വേർഡിൽ നിന്നാണ് നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഈ വേർഡ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഡീമോ അതുപോലെ തന്നെ ക്രേസി. ക്രേസി മീൻസ് ജനറലി റൂൾ എന്ന് പറയുന്ന മീനിങ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് കാണാം, ഇപ്പം ഓട്ടോക്രസി ഇങ്ങനെയുള്ള എല്ലാ ഇതും പറയുന്നത് നമുക്ക് റൂളിനെ കുറിച്ചാണ്. രണ്ടാമത്തെ ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞ ഡെമോ എന്ന് പറയുന്നത് പീപ്പിൾ അല്ലെ പോപ്പുലേഷൻ എന്നൊക്കെ പറയുന്ന മീനിങ് ആണ്. പീപ്പിൾ എന്ന് പറയുന്ന മീനിങ് ആണ് അവിടെ വരുന്നത്. ഈ 2 കൺസെപ്റ്റുകളിലും കൂടാണ് നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡെമോക്രസി എന്ന് പറയുന്ന കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇറ്റ് ഈസ് എ ഗവൺമെന്റ് ബൈ പീപ്പിൾ ഓർ ഗവൺമെന്റ് ഈസ് ഇലക്റ്റഡ് ബൈ പീപ്പിൾ. ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ ഇതാണ്, ഗവൺമെന്റ് ഈസ് ഇലക്റ്റഡ് ബൈ ദി പീപ്പിൾ. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം അമേരിക്കൻ സിസ്റ്റം എടുക്കുവാണെങ്കിൽ, ഇപ്പം ലിങ്കൺ അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്ന ലിങ്കണിനെ എടുക്കുവാണെങ്കിൽ ലിങ്കൺ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഈ കൺസെപ്റ്റ് എല്ലാം നമുക്ക് വരുന്നത് എവിടെ നിന്നാണ്, ഈ പറയുന്ന ഡെമോക്രസി എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഒരു ഇലാബറേഷൻ ആണ്. പല പല ഇലാബറേഷൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പം ഇതിനകത്ത് നോക്കിയാൽ ഇപ്പം ഗവൺമെന്റ് ഈസ് ഇലക്റ്റഡ് ബൈ പീപ്പിൾ എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ കേസിൽ MP അല്ലെങ്കിൽ MLA, ഈവൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും എന്തിൽ വരുന്നുണ്ട്, ഈ ഡെമോക്രസിയുടെ കമ്പോണന്റ്, എസെൻഷ്യൽ കമ്പോണന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഗ്രാമസഭ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രസിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് എന്ത്, ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രസി കാണുന്ന റീജിയൻ ആണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, ഗ്രാമസഭ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പം ഒന്നാമത്തെ കൺസെപ്റ്റ് ഗവൺമെന്റ് ഈസ് ഇലക്റ്റഡ് ബൈ പീപ്പിൾ. അതുപോലെ തന്നെ രണ്ടാമത്തത് ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് പവർ ഈസ് വിത്ത് ദി ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ്. ഓർത്തിരിക്കുക, അപ്പം നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഡെമോക്രസി, ഇൻഡയറക്റ്റ് ഡെമോക്രസി ഒക്കെ പറയും. പക്ഷെ ജനറലി നമുക്ക് ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയുന്നത് ആറിലായിരിക്കും, റെപ്രസെന്റേറ്റീവ്സിന്റെ കീഴിൽ. ഫോർ എക്സാമ്പിൾ നമുക്ക് MPs ആൻഡ് MLAs മേക്സ് ലോസ് ഫോർ സിറ്റിസൺസ്. ഇന്ത്യയുടെ കേസിൽ MPs ഉം MLAs ഉം ആണ് എന്ത് ചെയ്യുന്നത്, ലോസ് ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതെന്താണ് ഇവിടുന്ന് വരുന്നത്, ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ഇതിനകത്ത് ഏറ്റവും ഡെമോക്രസിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. ഇലക്ഷൻ എന്തായിരിക്കണം, ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പം ഇന്ത്യയുടെ കേസിൽ നമ്മളിപ്പം ഇലക്ഷൻ കഴിഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇലക്ഷൻസ് വരാൻ പോകുന്നു. ഈ കണ്ടീഷൻസിലെല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആൻഡ് ഫെയർനെസ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. എന്താണ് ഫ്രീ, എന്താണ് ഫെയർ? ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പാർട്ടിയെ പോലും അല്ലെ ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റിനെ പോലും റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല. ഫ്രീ ആയിരിക്കണം. എല്ലാവരും ഫ്രീ ടു കോമ്പീറ്റ് ഇൻ ദി ഇലക്ഷൻ പ്രോസസ്. ഇലക്ഷൻ പ്രോസസ്സിൽ കോമ്പീറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഈക്വലി പറ്റണം. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഫെയർ ആയിരിക്കണം. ഫ്രീ ആയിരിക്കണം, എല്ലാവർക്കും പറ്റണം. അതുപോലെ തന്നെ
ഫെയറും ആയിരിക്കണം. അതായത് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പാടില്ല, ഓവർ ഇൻവോൾവ്മെന്റ് ഇതിൽ ഉണ്ടാവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ദോസ് ഇൻ ദ പവർ ഹാസ് എ ഫെയർ ചാൻസ് ടു ലൂസ് ദി ഇലക്ഷൻ, അല്ലെങ്കിൽ ലൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഇലക്ഷൻ തോൽക്കാനുള്ള ചാൻസ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അത് ഗവൺമെന്റിനും ഉണ്ടാവണം. അതുപോലെ തന്നെ ഇപ്പം എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുന്നവർക്കും ഉണ്ടായിരിക്കണം. എല്ലാവർക്കും എന്ത് ചെയ്യണം, തോൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരിക്കണം. ആരും ഉറപ്പായും ജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു കണ്ടീഷൻ. ഇപ്പം അതിന്റെ അർത്ഥം ഉറപ്പായിട്ട് ഇയാൾ ജയിക്കുമെന്ന് പറയാൻ പറ്റാത്തതല്ല. എന്ത് ചെയ്യണം, ഗവൺമെന്റ് ഓവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. ഇനി അടുത്തൊരു കൺസെപ്റ്റ് ആണ് ഇക്വാലിറ്റി ഇൻ വോട്ടിംഗ്. ഈ ഡെമോക്രസിയുടെ ഫീച്ചേഴ്സ് ആണ്. ഇതെല്ലാം എന്ത് ചെയ്യാം, UPSC ഓരോ ഫീച്ചേഴ്സ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തൊരു ഫീച്ചറാണ് ഇക്വാലിറ്റി ഇൻ വോട്ടിംഗ് പവർ. അതായത് ഞാൻ വോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു വളരെ റിച്ച് ആയിട്ട് ഒരാൾ വോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ആൺകുട്ടികൾ വോട്ട് ചെയ്യുന്നതും പെൺകുട്ടികൾ വോട്ട് ചെയ്യുന്നതും ഏത് കണ്ടീഷൻ എടുത്താലും ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഡിഫറൻസ് പാടില്ല. എല്ലാവർക്കും 1 person 1 vote, അതായത് ഒരു വോട്ട് മാത്രമേ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു വോട്ടിന്റെ വാല്യൂ സെയിം വാല്യൂ ആയിരിക്കണം എല്ലാവരുടെ വോട്ടിനും. ആൻഡ് ഫൈനലി ഇതിനകത്ത് എന്ത് വേണം, റൂൾ ഓഫ് ലോയും റെസ്പെക്ട് ഫോർ ദ റൈറ്റ്സും വേണം. ഡെമോക്രസി എൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, റൂൾ ഓഫ് ലോ വേണം. എന്താ റൂൾ ഓഫ് ലോ? നിയമവാഴ്ച. നിയമവാഴ്ച എന്ന് പറയുന്നത് എന്താണ്? റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്. എന്നെ അറസ്റ്റ് ചെയ്യണോ, അല്ലെ എന്നെ ജയിലിലിടണോ, അല്ലെ എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് തരണോ, ഇതെല്ലാം ഫൈനലി ഡിസൈഡ് ചെയ്യേണ്ടത് ആരാണ്? ലോ ആണ്, അല്ലാതെ ആരല്ല, ഒരാളല്ല. അതായത് ഇപ്പം ശരിക്കും നോക്കുവാണെങ്കിൽ ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ പോലത്തുള്ള ലീഡേഴ്സ് എന്ത് പറഞ്ഞിട്ടുണ്ട്, നോട്ട് മാൻ ബട്ട് ലോസ് ഷുഡ് ഗവേൺ. അതായത് എന്ത് ചെയ്യാൻ പാടില്ല, മാൻ അല്ല, മനുഷ്യനല്ല, ആരാണ് ചെയ്യേണ്ട, നിയമം ആണ് എന്ത് ചെയ്യേണ്ടത്, സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യേണ്ടത്. അതാണ് ഇവിടെ വരുന്ന റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി അടുത്ത നോക്കിയേ, റെസ്പെക്ട് ഫോർ റൈറ്റ്സ്. നമ്മുടെ റൈറ്റ്സിന് എന്ത് വേണം, റെസ്പെക്റ്റ് ഉണ്ടാവണം. ഇപ്പം കൺസിഡർ നോർത്ത് കൊറിയ. നോർത്ത് കൊറിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തില്ല, റൈറ്റ്സിന്റെ കൺസിഡറേഷൻസ് നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ജനറലി റൈറ്റ്സിന്റെ കൺസിഡറേഷൻസ് അവിടെ വരുന്നില്ല. വിച്ച് മീൻസ് ദാറ്റ് ഇവിടെ എല്ലാ ആക്ഷൻസും ആര് കൺട്രോൾ ചെയ്യുന്നുണ്ട്, റൂളർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. മീൻസ് ഡെമോക്രസി അവിടെ ഇല്ല. അവിടെ എന്താ ഉള്ളത്, ഓട്ടോക്രസി അല്ലെ മൊണാർക്കിയാണ്, അല്ല ആ ടൈപ്പ് ഓഫ് ഗവൺമെന്റിനെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് പഠിക്കേണ്ട ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾ NCERT വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് പറയുവാണെങ്കിൽ അതിന് എന്ത് ചെയ്യുക, അതിൻ്റെ ഫീച്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഞാൻ കുറേ ഫീച്ചേഴ്സ് പറഞ്ഞു, ഗവൺമെന്റ് ഈസ് ഇലക്ടഡ് ബൈ പീപ്പിൾ, ഫെയർ ചാൻസ് ഓഫ് ലൂസിങ്, അതുപോലെ റൂൾ ഓഫ് ലോ, കുറേ കൺസെപ്റ്റുകളാണ് പറഞ്ഞു. ഈ ഫീച്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, പ്രിലിംസിന്റെ ഈ ഫണ്ടമെന്റൽ അല്ലെ ഫൗണ്ടേഷണൽ ക്വസ്റ്റ്യൻസിനെ അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്കസ് ഓൺ ദീസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇതാണ്, വാട്ട് ഈസ് ഡെമോക്രസി. ഡെമോക്രസിയുടെ കൺസെപ്റ്റ്, ബേസിക്കലി ഫീച്ചേഴ്സ്, NCERT പറയുന്ന ഫീച്ചേഴ്സ് ഇതാണ്. ഇതിന്റെ പല വേർഷൻസ് നമുക്ക് അഡ്വാൻസ്ഡ് ക്ലാസ്സസിൽ നമുക്ക് നോക്കാം. അടുത്തത് ഡെമോക്രസി. നമ്മൾ ഡെമോക്രസി നമ്മൾ പറഞ്ഞു റൂൾ ഓഫ് ലോ. ഇനി അതിന്റെ കൂട്ടത്തിൽ വരുന്ന ഈ റൂൾ ഓഫ് ലോ എൻഷുർ ചെയ്യാൻ നമുക്ക് വേണ്ടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് November 26 ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ ആയിട്ട് January 26 ആഘോഷിക്കുന്നു. ഈ പറയുന്ന എല്ലാ കൺസെപ്റ്റിലും, അല്ലെങ്കിൽ ഡെമോക്രസി എടുത്താലും റൂൾ ഓഫ് ലോ എടുത്താലും ഈ പറയുന്ന ആഘോഷങ്ങൾ എടുത്താലും ഇവിടെ എല്ലാം എന്ത് വരുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. ഇപ്പം വളരെ ബേസിക് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ബേസിക് സെറ്റ് ഓഫ് റൂൾസ് ഫോർ എ സൊസൈറ്റി. അതായത് ഒരു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സിസ്റ്റത്തിലെ ഏറ്റവും ബേസിക് സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുക, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ഇപ്പം നമ്മൾ വിശ്വസിച്ച് എവിടെ പോയാലും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, അല്ലെങ്കിൽ ട്രെയിനിൽ കയറുന്നു, അവിടെ എല്ലാം എന്ത് ചാൻസ് ഉണ്ട്, ഒരു അപകടം സംഭവിക്കാൻ, ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ എന്തുണ്ട്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഒരു നിയമം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടാണ്. ഈ ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. അതായത് ഒരു സൊസൈറ്റിയിലെ ട്രസ്റ്റും കോർഡിനേഷനും, അതായത് ഒരു എസെൻഷ്യൽ ട്രസ്റ്റ് ആൻഡ് കോർഡിനേഷൻ ബിൽഡ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറയാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും എസെൻഷ്യൽ ഫീച്ചർ അതാണ്. And it specifies how the government will be constituted and lays down the limits on the powers of the government. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ലിമിറ്റേഷൻ ഓൺ ഗവൺമെന്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഗവൺമെന്റ് ഈസ് ലിമിറ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫോർ എക്സാമ്പിൾ 2 വർഷം മുമ്പല്ല, കഴിഞ്ഞ വർഷം ചോദിച്ചാലും അതിന് മുമ്പത്തെ വർഷം ചോദിച്ചിരുന്നു, ദാറ്റ് ഈസ് ലിമിറ്റഡ് ഗവൺമെന്റ് എന്താണ്. അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിയിൽ വർക്ക് ചെയ്യുന്ന ഗവൺമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലിമിറ്റഡ് ഗവൺമെന്റ് എന്ന് വിളിക്കുക. ലിമിറ്റഡ്
ഗവൺമെന്റ്. ഇത് ഓർത്തിരിക്കുക, ലിമിറ്റഡ് ഗവൺമെന്റ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് എന്നും ആര് പറയും? കോൺസ്റ്റിറ്റ്യൂഷൻ പറയും. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തി വേണം ഒരാളെ സെലക്ട് ചെയ്യാൻ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ഇലക്ഷൻസും പ്രൊസീജിയേഴ്സും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്തിന്റെ പാർട്ടാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റത്തിന് അല്ലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫീച്ചറായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ മെൻഷൻസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽസ്. ഇറ്റ് ഓൾസോ ഡിഫൈൻസ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസിന്റെ റൈറ്റിനെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇത് മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ആർട്ടിക്കിൾ 14 തൊട്ട് 32 വരെ റൈറ്റ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. 14 മുതൽ 32 വരെ. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഫോർ ആസ്പിറേഷൻസ് ഓഫ് ദ സൊസൈറ്റി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയിൽ എന്തുണ്ട് ഓർത്ത് വെച്ചേക്കാം, നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, സെപ്പറേറ്റ് നോക്കാം ഇഫ് യു ആർ അൺഅവെയർ അബൌട്ട് ദീസ് തിങ്സ്. അടുത്ത നമുക്ക് ആസ്പിറേഷൻസ് ഓഫ് ദ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിൽ എന്തുണ്ട്? നമുക്ക് എന്ത് കാണാൻ പറ്റും? DPSP കാണാൻ പറ്റും, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് ഇതൊരു ആസ്പിറേഷൻസ് ആണ്, പ്രിയാമ്പിളിലുള്ളത് പോലും ഒരു ആസ്പിറേഷൻ ആണ്. അതായത് നാളെ ഇന്ത്യ എവിടെ എത്തും, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്താണ് ഇന്ത്യയിൽ നിന്ന് ഫോക്കസ് ചെയ്യുന്നത്, ഇതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ആസ്പിറേഷൻസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും പല സമയത്തും എന്തുണ്ട്? ഇതിന് കോൺഫ്ലിക്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് കൊടുത്തിട്ടുണ്ട്? നമുക്ക് റൈറ്റ് കൊടുത്തിട്ടുണ്ട്, റൈറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ എന്തില്ല? ആളുകൾക്ക് എന്തില്ല? അവയർനെസ് ഇല്ല. ആ റൈറ്റിനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാനും ചോദിക്കാനുമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പല സമയത്തും എടുക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ മിസ്യൂസുകൾ നമുക്ക് കാണാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇനിയുള്ള സെഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ലിമിറ്റഡ് ഗവൺമെന്റ് എന്ന് പറയുന്ന മെക്കാനിസം ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത് ആബ്സല്യൂട്ട്ലി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, അതാണ് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം. അതാണ് അടുത്തത്. ഇപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഡെമോക്രസി പറഞ്ഞു. ഈ രണ്ട് കണ്ടീഷനിലും ഇപ്പം ഈ രണ്ട് കണ്ടീഷനിലും ഇപ്പം നോക്കിക്കേ, ഒരു സിസ്റ്റം നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞു, ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ഡെമോക്രസി ആണ് നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഒരു ഫ്രെയിം വർക്ക്, ഒരു ലോയുടെ ഒരു ഫ്രെയിം വർക്ക് തരുന്നതെന്ന് പറഞ്ഞു. ഇനി അതിന്റെ ഗവേണൻസിന്റെ ഒരു ഫ്രെയിം വർക്ക് ആണ് ഇന്ത്യയിൽ എന്ത് കാണാൻ പറ്റും? നമുക്ക് ഫെഡറലിസം കാണാൻ പറ്റും. ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിക്കേ, ഇന്ത്യയിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ എന്തുണ്ട്? ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട്. അതായത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടാണ്. അവർ പല കണ്ടീഷൻസിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിഫൻസ് എടുക്കുകയാണെങ്കിൽ മിലിറ്ററി ആരുടെ കയ്യിലാണ്? സെൻട്രലിന്റെ കയ്യിലാണ്. പക്ഷെ പോലീസ് ആരുടെ കയ്യിലാണ്? സ്റ്റേറ്റിന്റെ കയ്യിലാണ്. ഇതുപോലെ തന്നെ പല കണ്ടീഷൻസും ഉണ്ട്. ഇപ്പം ഹെൽമെറ്റ് വെക്കണോ എന്ന് പറഞ്ഞ് നമ്മളെ പോലീസ് പിടിക്കാറുള്ള എവിടെ നിന്നായിരിക്കും? സ്റ്റേറ്റിലെ പോലീസ് ആയിരിക്കും, അല്ലെ സ്റ്റേറ്റിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും പിടിക്കുക. പക്ഷെ ടോള് കളക്ട് ചെയ്യുന്നത് ചിലപ്പോൾ എന്തായിരിക്കും? NHA ആയിരിക്കും. അതായത് ഇവിടെ എന്തുണ്ട്? ഒരു പവർ ഡിവിഷൻ ഉണ്ട്. ഈ ഫെഡറലിസത്തിന്റെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതാണ്, പവർ ഡിവിഷൻ. ഇതിനെ ഓർത്തിരിക്കുക. ഫെഡറലിസത്തിൽ വരുന്നത് എന്താണ്? ഡിവിഷൻ ഓഫ് പവർ. ഓർത്തിരിക്കുക, ഡിവിഷൻ ഓഫ് പവർ. ഇനി അടുത്തൊരു സെഗ്മെന്റിൽ നമ്മൾ സെപ്പറേഷൻ ഓഫ് പവറിനെ കുറിച്ച് പഠിക്കും. അതല്ല, ഇതെന്താണ്? ഡിവിഷൻ ഓഫ് പവർ. ഇതെന്താണ്? വെർട്ടിക്കൽ ആണ്. വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവർ. വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവർ. വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവറിനെ കുറിച്ചാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അപ്പം ഇതിനകത്ത് നോക്കിയിരുന്നത് ഇപ്പം വളരെ ജനറൽ ആയിട്ടൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ദ പവർ ക്യാൻ ബി ഷെയർഡ് ബിറ്റ്വീൻ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ദി ഗവൺമെന്റ്. അതായത് ഇവിടെ എന്തുണ്ട്? മോളിൽ ഒരു ലെവലുണ്ട്, താഴെ ഒരു ലെവലുണ്ട്. ഇവിടെ രണ്ടെന്ന് പറയുന്ന ലിമിറ്റ് പോലും ഇല്ല. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 2 or more ലെവൽസ് ഓഫ് ദ ഗവൺമെന്റ്. മിനിമം എന്ത് വേണം? 2 ലെവലെങ്കിലും വേണം. ഫെഡറലിസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്തുണ്ട്? സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട്. ഇവിടെ എന്തുണ്ട്? 2 ലെവൽ ഓഫ് ഗവൺമെന്റ് ഉണ്ട്, വിച്ച് മീൻസ് ദാറ്റ് ഇന്ത്യ ഇസ് എ ഫെഡറലിസ്റ്റിക് സൊസൈറ്റി. ഇന്ത്യ എന്താണ്? ഒരു ഫെഡറലിസ്റ്റിക് സൊസൈറ്റിയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് UK എടുക്കാം. UK എന്തില്ല? ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവിടെ ഇല്ല. അതുകൊണ്ട് എന്തില്ല അവിടെ? ഫെഡറലിസം അല്ല. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാണപ്പെടുന്നതാണ് യൂണിറ്ററി സിസ്റ്റം. യൂണിറ്ററി സിസ്റ്റം അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കാണുന്നതാണ് യൂണിറ്ററി സിസ്റ്റം. നമുക്ക് എന്താ കാണുന്നത്? ഈ റീജിയനിലെല്ലാം യൂണിറ്ററി സിസ്റ്റം. UK പോലത്തുള്ള കൺട്രീസിൽ നമുക്ക് കാണുന്നത് യൂണിറ്ററി സിസ്റ്റം. അതേപോലെ US എടുക്കുവാണെങ്കിൽ ഫെഡറലിസം ആണ്. ഇങ്ങനെ ഓരോ കൺട്രീസിനും പലതരത്തിലുള്ള മെത്തേഡ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെ നോക്കിക്കേ, ഒരു കൺസെപ്റ്റ് ആണ് ട്രൂ ഫെഡറലിസം. അപ്പോൾ
ഇന്ത്യയിലെ ഫെഡറലിസം നോക്കുകയാണെങ്കിൽ നമ്മൾ പറയാറുള്ളത് ക്വാസി ഫെഡറൽ സിസ്റ്റം എന്നാണ്. ഇന്ത്യൻ ഫെഡറലിസം എന്താണ്? ഒരു ക്വാസി ഫെഡറൽ അല്ലെങ്കിൽ ഒരു സെമി ഫെഡറലിസ്റ്റിക് സിസ്റ്റമാണ് നമ്മൾ കാണുന്നത്. അതായത് സ്റ്റേറ്റിനും സെൻറ്ററിനും പവർ ഉണ്ടെന്നുണ്ടെങ്കിലും പല സമയത്തും സ്റ്റേറ്റിന്റെ പവറിനെക്കാട്ടിലും കൂടുതൽ ആർക്ക് പവർ ഉണ്ടാവും? സെൻട്രൽ ഗവൺമെന്റിന് പവർ ഉണ്ടാവും. സെൻട്രൽ ഗവൺമെന്റിന് കൂടുതൽ പവർ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇന്ത്യ എന്ന് വിളിക്കുന്നത് ക്വാസി ഫെഡറൽ സിസ്റ്റം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ ഇനി US നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞു US എന്ത് കാണാം? ഫെഡറലിസം കാണാം എന്ന് പറഞ്ഞു. US നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? എ ട്രൂ ഫെഡറലിസം നമുക്ക് കാണാൻ പറ്റും. അവിടെ എന്തുണ്ട്? ഈ ട്രൂ ഫെഡറലിസത്തിന് എന്തില്ല? സ്റ്റേറ്റിനെ കൗണ്ടർ ചെയ്യാൻ, അല്ലെ സ്റ്റേറ്റിനെക്കാട്ടിലും കൂടുതൽ പവേഴ്സ് ആർക്ക് വരുന്നില്ല? സെന്ററിന് വരുന്നില്ല. ദാറ്റ് ഈസ് ഡിഫൈൻഡ് പവേഴ്സ് ഫോർ ഈച്ച് ലെവൽസ്. ഓരോ ലെവലിനും എന്തുണ്ട്? കൃത്യമായിട്ടുള്ള പവേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തില്ല? കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അപ്പം സെന്ററിന് ഈ പവർ ഉണ്ട്, സ്റ്റേറ്റിന് ഈ പവർ ഉണ്ട്, അവിടെ വേറെ കൺഫ്യൂഷൻസോ ഇഷ്യൂസോ ഒന്നും വരുന്നും ഇല്ല. ഇനി അടുത്ത നോക്കിയാൽ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവേൺ ദി സെയിം സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 or more ലെവൽസ് ഓഫ് ഗവൺമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഓർത്തിരിക്കുക, ഞാൻ കേരളത്തിലെ ഒരു ഇൻഡിവിജ്വലാണ്, കേരളത്തിൽ ജീവിക്കുന്ന ഒരു ഇൻഡിവിജ്വലാണ്. എനിക്ക് ഹെൽമെറ്റിന്റെ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിന്റെ റെഗുലേഷൻ വരുന്നത് കേരളത്തിൽ നിന്നാണ്. അതേ എനിക്ക് തന്നെയാണ് എന്ത് വരുന്നത്? സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻകം ടാക്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും GST ഏതെങ്കിലും ഒരു സാധനം അവിടെ വരുന്നത്. അതായത് സെയിം സെറ്റ് ഓഫ് ഇൻഡിവിജ്വലിനെ ആയിരിക്കും എപ്പോഴും ആര് ഫോക്കസ് ചെയ്യുക? രണ്ട് ഗവൺമെന്റ്. ദാറ്റ് ഈസ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റ് ഗവേൺസ് സെയിം സെറ്റ് ഓഫ് സിറ്റിസൺസ്. ഒരേ സിറ്റിസന് തന്നെ എന്തുണ്ടായിരിക്കും? രണ്ട് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് അല്ലെ രണ്ട് ലെവൽസ് ഓഫ് ഗവൺമെന്റ് ഉണ്ടായിരിക്കും. ഓർത്തിരിക്കുക, ഇത് ഇങ്ങനെ തന്നെ ചോദിക്കുക, പവർ എങ്ങനെ ഷെയർ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഷെയർഡ് സിസ്റ്റം ഉണ്ടോ? ഇത് വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ എന്ന് ചോദിക്കും. ഇത് വെർട്ടിക്കൽ ആണ്. ഇവിടെ ഓർത്തിരിക്കുക, വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവർ ആണ്. രണ്ടാമത് ഇത് രണ്ടോ അതിൽ കൂടുതൽ ലെവൽസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ട്രൂ ഫെഡറലിസം ഉണ്ട്, ഇന്ത്യയിൽ കാണിക്കുന്ന ക്വാസി ഫെഡറൽ സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റ് ഗവേൺസ് സെയിം സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഇത് വളരെ ബേസിക് ആയി, ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. ബട്ട് സ്റ്റിൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഇനി അടുത്തത്, ഇതിനകത്ത് ഫെഡറലിസം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി അമെൻഡഡ് യൂണിലാറ്ററലി. അതായത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ അമെൻമെന്റ് വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതായത് സെൻട്രൽ ഗവൺമെന്റിന് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ കമ്പോണന്റുകളെ എല്ലാം തോന്നുന്ന പോലെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. വൈ? ബിക്കോസ് ഇവിടെ എന്തുണ്ട്? ഒരു സിസ്റ്റം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പവറിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ചേഞ്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ചില സമയങ്ങളിൽ സ്റ്റേറ്റിന്റെ പെർമിഷനും കൂടെ വേണ്ടി വരും. നമ്മൾ ആർട്ടിക്കിൾ 368 എടുക്കുമ്പോൾ നമുക്കത് പഠിക്കാൻ പറ്റും, ഏതൊക്കെ പൊസിഷനിലാണ് സ്റ്റേറ്റിന്റെ പെർമിഷൻ വേണ്ടേ എന്നുള്ളത്. അഗൈൻ ഇപ്പോൾ ടൈപ്സ് ഓഫ് ഫെഡറലിസം, ഇപ്പോൾ ഞാൻ ഇത് ഓർത്തിരിക്കും, ഇതൊരു ഫീച്ചറാണ്. ഇനി അടുത്ത ടൈപ്സ് ഓഫ് ഫെഡറലിസം ഞാൻ നേരത്തെ പറഞ്ഞു, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്വാസി ഫെഡറൽ സിസ്റ്റംസും ഉണ്ട്, ട്രൂ ഫെഡറൽ സിസ്റ്റംസും ഉണ്ട്, ആൻഡ് യൂണിറ്ററി ഫീച്ചേഴ്സും ഉണ്ട്. ഇന്ത്യ ഇതിന്റെ മിഡിൽ പാത്താണ്. നമ്മൾ ട്രൂ ഫെഡറലിസം അല്ല, യൂണിറ്ററി സിസ്റ്റം അല്ല, ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു മിക്സ് ആണ് നമ്മൾ കാണിക്കുന്നത് ക്വാസി ഫെഡറൽ സിസ്റ്റം. ഒരു മിക്സ് ഓഫ്, ചില സമയത്ത് യൂണിറ്ററി ഫീച്ചേഴ്സ് നമ്മൾ കാണിക്കും, ചില സമയത്ത് നമുക്ക് എന്ത് കാണും? ഈ പറയുന്ന ഫെഡറലിസ്റ്റിക് ഫീച്ചേഴ്സ് നമുക്ക് കാണിക്കും. അത് ഡിപ്പെൻസ് ഓൺ ദി സിറ്റുവേഷൻസ്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരിക. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ഇന്ത്യയുടെ ഫെഡറലിസം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഫ്ലിക്ട്സ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഇപ്പോൾ എന്തുണ്ട്? കോൺഫ്ലിക്ട്സ് നമുക്ക് കാണാൻ പറ്റും. കോൺഫ്ലിക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പല സമയത്തും ഇത് വർക്കും ചെയ്യുന്നത്. ആ കോൺഫ്ലിക്ട്സ് പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും മെയിൻസിന്റെ കണ്ടന്റ് വരുമ്പോൾ നമ്മൾ കോൺഫ്ലിക്ട്സ് നോക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗവർണറും സ്റ്റേറ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള കോൺഫ്ലിക്ട്സ്, പഞ്ചാബിലുള്ള കോൺഫ്ലിക്ട്സ്, അതുപോലെ തന്നെ സെൻറ്റർ സ്റ്റേറ്റിന് പൈസ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഫണ്ട് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യുന്നില്ല, ഇതെല്ലാം ഈ കോൺഫ്ലിക്ട്സിൽ വരുന്നതാണ്. ഇതിൻ്റെ പല വേരിയേഷൻസ് നമ്മൾ അപ്കമിങ് ക്ലാസ്സസിൽ നമുക്ക് നോക്കാം. അടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞത്, ഞാൻ ഫെഡറലിസം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഡിവിഷൻ ഓഫ്, വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവർ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ തന്നെ സിമിലർ ആണ് ഇവിടെയും ഡിവിഷൻ ഓഫ് പവർ ആണ് വരുന്നത്. പക്ഷെ ഇതെന്താണ്? ഹൊറിസോണ്ടൽ ആണ്. ഫോർ എക്സാമ്പിൾ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. അതായത്
ഈ 3 സെഗ്മെന്റ്സ് തമ്മിലുള്ള എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി, ഇവർ 3 പേരും തമ്മിലുള്ള ഡിവിഷൻസ്, പവർ ഡിവിഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയാ. ഇതെന്താണ് സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്? ഹൊറിസോണ്ടൽ ആണ്. മറ്റേ നമ്മൾ വെർട്ടിക്കൽ പറഞ്ഞപ്പോൾ ഹൊറിസോണ്ടൽ സെപ്പറേഷൻ ഓഫ് പവർ എന്നാണ് നമുക്ക് പൊളിറ്റിക്കലി നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ദ 3 ബ്രാഞ്ചസ് ഓഫ് ദ ഗവൺമെന്റ്, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി, ഇവർക്ക് എന്ത് എഴുതിയിട്ടുണ്ട്? പവേഴ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവിന് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുക, ലെജിസ്ലേച്ചറിന് ലോ ക്രിയേറ്റ് ചെയ്യുക, ജുഡീഷ്യറി ഇവർ രണ്ടുപേരെയും ചെക്സ് ആൻഡ് ബാലൻസ് എൻഷുർ ചെയ്യുക, അതായത് ലോ വയലേറ്റ് ചെയ്യുന്നുണ്ടോ, ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആര് നോക്കുക? ജുഡീഷ്യറി നോക്കുക. അപ്പോൾ 3 പേർക്കും എന്തുണ്ട്? ഡിസ്റ്റിങ്ക്റ്റ് ഫങ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്തില്ല, ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരിക്കലും ഫോക്കസ് ചെയ്യുന്നില്ല. നോ സെപ്പറേഷൻ ഓഫ് പവർ. ബിക്കോസ് നമ്മൾ ലെജിസ്ലേച്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ MPs ഉണ്ട്. ഈ MPs തന്നെയാണ് എവിടെ ഇരിക്കുന്നത്? എക്സിക്യൂട്ടീവില് മിനിസ്റ്റേഴ്സ് ആയിട്ടും ഇരിക്കുന്നത്. അതായത് എക്സിക്യൂട്ടീവിൽ ലെജിസ്ലേച്ചർ എന്താണ് നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും, അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിനകത്ത് നമുക്ക് എക്സിക്യൂട്ടീവിനെ കാണാൻ പറ്റും. അതുകൊണ്ട് ഇന്ത്യയിൽ എന്തില്ല, ഒരു ട്രൂ സെപ്പറേഷൻ ഓഫ് പവർ ഇല്ല. പക്ഷെ എന്തുണ്ട്, ജുഡീഷ്യറിനെ ഒരുവിധം സെപ്പറേഷൻ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ കണ്ടീഷൻസിൽ നമ്മൾ 1-2 കണ്ടീഷൻസിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നമ്മൾ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ അഗെയിൻ എന്തില്ല, ട്രൂ സെപ്പറേഷൻ ഓഫ് പവർ ഇല്ല. അഗെയിൻ ട്രൂ സെപ്പറേഷൻ ഓഫ് പവർ കാണാൻ പറ്റുന്നത് US-ലാണ്. US-ലാണ് നമുക്ക് ട്രൂ സെപ്പറേഷൻ ഓഫ് പവർ കാണാൻ പറ്റുന്നത്. ഇന്ത്യയിൽ എന്തില്ല, ഈ ട്രൂ സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതുമില്ല. നേരത്തെ പറഞ്ഞ ഫെഡറലിസം ഇന്ത്യയിൽ ട്രൂ ആയിട്ടില്ല, ക്വാസി ഫെഡറൽ സിസ്റ്റം ആണ്. ഇവിടെയും ഒരു ട്രൂ സെപ്പറേഷൻ ഓഫ് പവർ ഇല്ല. ബിക്കോസ് വി ആർ ഫോളോയിങ് എ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. തൽക്കാലം ഓർത്തിരുന്നാൽ മതി, പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ് നമ്മൾ ജനറലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കേ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അല്ലെങ്കിൽ UPSCയുടെ ഒരു പെർസ്പെക്റ്റീവിൽ വരുന്ന ക്വസ്റ്റ്യൻ, പ്രിലിംസിലും മെയിൻസിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ അത് ഇതൊക്കെയാണ്. ദാറ്റ് ഈസ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇവർ 3 പേരും ചെയ്യേണ്ടുന്ന ഫങ്ഷൻ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫങ്ഷൻസ് എന്താണ്? എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി, ഇവരുടെ 3 പേരുടെയും ഫങ്ഷൻസ് എന്താണ്? അതുപോലെ തന്നെ ഹൗ ദ റോൾസ് ആർ ഫങ്ഷനിങ്, ഹൗ ദേ ആർ ഫങ്ഷനിങ്, എഫക്റ്റീവ് ആണോ? എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിലെ പ്രശ്നമുണ്ടോ? കറപ്ഷൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ടോ? റെഡ് ടേപ്പിസം വരുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ അവിടെയും ഡിസ്കസ് ചെയ്യും. ആൻഡ് അഗെയിൻ ഇതിനകത്ത് അടുത്ത എന്ത് വരുന്നുണ്ട്? ഇപ്പം ലെജിസ്ലേച്ചർ എടുക്കുക, ലെജിസ്ലേച്ചറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ലോ മേക്ക് ചെയ്യുന്നുണ്ടോ, ലോ മേക്ക് ചെയ്യുന്നില്ലേ? എക്സിക്യൂട്ടീവിനെ അക്കൗണ്ടബിൾ ആക്കുന്നുണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ ജുഡീഷ്യറി, ഇപ്പം വളരെ റീസെന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ റിട്ടയർ ആയി, അടുത്ത ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വന്നു. അപ്പോൾ എന്ത് ചെയ്യാം, അത് ചിലപ്പോൾ ചോദിക്കാം. കാരണം എങ്ങനെയാണ് ഇതിന്റെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്, എന്ത് ഫങ്ഷൻസ് ആണ് എടുക്കുന്നത്, എത്രത്തോളം എഫിഷ്യന്റ് ആണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്കവിടെ കാണപ്പെടാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇവരുടെ റോള്, ഇത് ചോദിക്കുന്നത്, ഈ റോള് എഫക്റ്റീവ് ആണോ എന്ന് ചോദിക്കുന്നത് ജനറലി എവിടെ ആയിരിക്കും? മെയിൻസിനായിരിക്കും. അപ്പോൾ മെയിൻസിന് എന്ത് ചെയ്യുക, ഈ കണ്ടന്റ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. നമ്മൾ പഠിക്കും, നമ്മൾ ഓരോ ഓൺ ദ വേ നമുക്ക് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ഓരോരുത്തരും എടുക്കേണ്ട ആക്ഷൻസും ഐഡിയാസും എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിയായിരിക്കും നമ്മൾ പോവുക. ഇനി ഇതിനകത്ത് ഈ ഐഡിയ റോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ഡിസ്കഷൻ എന്ന നിലയ്ക്ക് റോള് നോക്കുകയാണെങ്കിൽ പല സമയത്ത് എന്തല്ല, ഇവരാരും അത്ര എഫക്റ്റീവ് അല്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ എന്തുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവിഷൻ അല്ലെ കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നില്ല, ഓവർ പവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക, നമുക്കിതൊരു മെയിൻസിൻ്റെ ഡിസ്കഷനാണ്. മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്കതിനെ ഡിസ്കസ് ചെയ്യാം. ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത വരുന്നൊരു കൺസെപ്റ്റാണ് സിറ്റിസൺഷിപ്പ്. നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുവരെയുള്ള കൺസെപ്റ്റുകൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് കൺസെപ്റ്റ് സിറ്റിസൺഷിപ്പ്. ഇത് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. നമ്മൾ ഇനി അപ്കമിങ് ക്ലാസ്സസിൽ പഠിക്കാൻ പോകുന്ന സിറ്റിസൺഷിപ്പ് ഒക്കെയാണ്. അപ്പോൾ സിറ്റിസൺഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ, ഞാൻ ഈ സൊസൈറ്റിയുടെ മെമ്പറാണ് എന്ന്, അല്ലെങ്കിൽ ഇന്ത്യയിലെ സിറ്റിസൺ ആണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ, അല്ലെങ്കിൽ ആരാണ് ഒരു സിറ്റിസൺ, അല്ലെങ്കിൽ എന്തിനാണ് ഒരു സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമുക്കിതിനകത്ത് ബേസിക്കലി അറിയേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് full and equal membership in the political community. Full and equal membership in the political community. ഓർത്തിരിക്കുക, ഇത് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയിലുള്ള ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ആണ്. പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയിലാണ് ഈ മെമ്പർഷിപ്പ് കിട്ടുന്നത്. ഇതെന്തായിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. ഒരാൾക്ക് പകുതിയേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്തും പറ്റില്ല, ഒരാൾക്ക് കൂടുതലും വേറൊരാൾക്ക് കുറവാണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം എല്ലാവർക്കും എന്തുണ്ട്, ഈ പവേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത് നോക്കിയേ,
ഇവിടുത്തെ ഫീച്ചേഴ്സ് ആണ് എല്ലാ സിറ്റിസൺസിനും എന്തുണ്ടായിരിക്കും, ഇക്വാലിറ്റി ഓഫ് റൈറ്റ്സ് ആൻഡ് സ്റ്റാറ്റസ് ഈസ് വൺ ഓഫ് ദ ബേസിക് റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്. സിറ്റിസൺഷിപ്പിന്റെ ബേസിക് റൈറ്റിൽ ഒരെണ്ണമാണ് ഇക്വാലിറ്റി ഓഫ് റൈറ്റ്സ്. എല്ലാവർക്കും എന്തുണ്ടായിരിക്കും, ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, ആർട്ടിക്കിൾ 14 തൊട്ട് 32 വരെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്തിരിക്കണം, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് അവൈലബിൾ ആയിരിക്കണം. ഇവിടെ എന്ത് പാടില്ല, ഡിഫറൻസിയേഷൻ പാടില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടുന്നു വേറൊരാൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ ഒരു നല്ല ഫീച്ചർ അല്ല. നമുക്ക് ഈക്വൽ ആയിട്ട് വേണം കിട്ടാൻ. അതുപോലെ തന്നെ ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, ഇത് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, നമ്മൾ വോട്ടിംഗ് പറഞ്ഞു, ഡെമോക്രസി പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു 1 person 1 വാല്യൂ. വോട്ടിംഗ് എന്തുണ്ട്, ഒരു ആൾക്ക് ഒരു വാല്യൂ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ കണ്ടീഷനിലും എന്ത് ചെയ്യുക, ഈക്വൽ വാല്യുവേഷൻ കൊടുക്കുക. ഇപ്പൊ ഇക്വാലിറ്റി ബിഫോർ ലോ, ലോയുടെ മുമ്പിൽ എല്ലാവരും ഈക്വൽ ആണ് എന്ന് പറയുന്നത് ഇനി ഈക്വൽ ആണ്. പക്ഷെ ഇതെവിടെ വരുന്നില്ല, എക്കണോമിക് സ്റ്റാറ്റസിനെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പം അംബാനിക്ക് പൈസ ഉണ്ടല്ലോ, വേറൊരു റിച്ച് ആയിട്ടുള്ള ഒരാൾക്ക് കാശുണ്ട്, അതുപോലെ എനിക്കും വേണം എന്നല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻസിന് ഈക്വൽ സ്റ്റാറ്റസ് ആണ് പറയുന്നത്, എക്കണോമിക് കണ്ടീഷൻ അല്ല ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ ഈസ് എ സിറ്റിസൺ ആൻഡ് വാട്ട് ഈസ് എ ഡ്യൂട്ടി ഓഫ് ഈച്ച് സിറ്റിസൺ. എന്താണ്, അല്ലെ ആരാണ് ഒരു സിറ്റിസൺ, എന്താണ് ഇവിടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്, ഡ്യൂട്ടി ഓഫ് എ സിറ്റിസൺ, സിറ്റിസന്റെ ഡ്യൂട്ടി എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ആരാണ്, നമുക്ക് ഇപ്പം സിറ്റിസൺഷിപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും പല സമയത്ത് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ആ സാധനം എങ്ങനെ യൂസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്ത് കണ്ടീഷനിൽ ഞാൻ സിറ്റിസൺഷിപ്പ് എടുക്കണമെന്നോ നമുക്കറിയില്ല, അല്ലെങ്കിൽ ഏത് ഡോക്യുമെന്റ് ആണ് സിറ്റിസൺഷിപ്പ് വെരിഫൈ ചെയ്യുന്നതെന്നോ നമുക്കറിയില്ല. അപ്പം ഇവിടെ വരുന്ന സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഇവിടെ വരുന്ന ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിറ്റിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് സിറ്റിസൺഷിപ്പ് എൻഷുർ ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 1990s ശേഷമാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ജനിച്ചതുണ്ടെങ്കിൽ അച്ഛനും അമ്മയും എന്തായിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. 1991 ശേഷം അല്ലെങ്കിൽ 2002 തൊട്ട് വളരെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്, അച്ഛനും അമ്മയും എന്തായിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്, സിറ്റിസൺ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ സിറ്റിസൺ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻ നോക്കിയേ, അതിനകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, സിറ്റിസൺ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹീസ് എ പേഴ്സൺ ഹു അഡേഴ്സ് ടു ഹിസ് ഡ്യൂട്ടീസ്, റൈറ്റ്സിനെ പറ്റി അറിയാവുന്ന, ഡ്യൂട്ടീസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സിറ്റിസൺ എന്ന് വിളിക്കുക. എന്താണ് നമ്മുടെ ഡ്യൂട്ടി, പ്രൊട്ടക്റ്റ് ചെയ്യുക, നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക, അതായത് എന്ത് ചെയ്യുക, ഇപ്പം കോൺഫ്ലിക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക, സമാധാന അന്തരീക്ഷം നിലനിർത്തി പോവുക, ഇങ്ങനെയുള്ള എല്ലാ കണ്ടീഷനും ആരുടെ ഡ്യൂട്ടിയാണ്, സിറ്റിസന്റെ ഡ്യൂട്ടിയാണ്. പൊളിറ്റിക്കൽ അവയർനെസ്, വോട്ട് ചെയ്യുക എന്നുള്ളത് സിറ്റിസന്റെ ഡ്യൂട്ടിയാണ്, ടാക്സ് അടയ്ക്കുക എന്നുള്ളത് സിറ്റിസന്റെ ഡ്യൂട്ടിയാണ്, ലോ ഒബേ ചെയ്യുക എന്നുള്ളത് സിറ്റിസന്റെ ഡ്യൂട്ടിയാണ്. ഈ ഡ്യൂട്ടി എല്ലാം ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സിറ്റിസൺ എന്ന് പറയുന്ന പേരിൽ നമ്മൾ വിളിക്കുക. അപ്പോൾ നമ്മുടെ റോൾ ഓഫ് സിറ്റിസൺ എന്ന് പറയുന്നത് എന്താണ്, ഈ ഡ്യൂട്ടീസ് ആണ്, ടു എൻഷുർ ദി പീസ്, പ്രോഗ്രസ് ആൻഡ് ഗുഡ് ഗവേണൻസ് വിത്തിൻ ദി സൊസൈറ്റി. സൊസൈറ്റിയിൽ എന്ത് ചെയ്യുക, പീസും പ്രോഗ്രസും അതുപോലെ തന്നെ എഫക്റ്റീവ് ഗവേണൻസും എൻഷുർ ചെയ്യുന്ന ഒരാളാണ് സിറ്റിസൺ എന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാം വരും കേട്ടോ. അപ്പം നമ്മുടെ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, നമ്മുടെ അതുപോലെ തന്നെ നമുക്ക് ടാക്സ് അടയ്ക്കാനുള്ള ഡ്യൂട്ടീസ് ഉണ്ട്, ഇതെല്ലാം നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പം സിറ്റിസൺഷിപ്പ് പഠിക്കുമ്പോൾ ഇതിൻ്റെ ബേസിക് ന്യൂവാൻസസ്, അതായത് എങ്ങനെ ഒരു സിറ്റിസൺ വരും, എന്ത് കണ്ടീഷനിലാണ് സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്, അതിൻ്റെ കണ്ടീഷൻസ് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ഒരു ബേസിക് ഡെഫിനേഷൻ. ഇവിടെ ഓർത്തിരിക്കുക, ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഇൻ എ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി. ഇനി അടുത്ത് വരുന്നത് ഈ സിറ്റിസൺഷിപ്പിന്റെ കൂടെ വരുന്ന ഒരു കൺസെപ്റ്റാണ് നേഷൻ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഈ നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, നേഷൻ ആൻഡ് ദി സ്റ്റേറ്റ്. അതായത് നേഷൻ ആൻഡ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റ് ആയിട്ട് വരുന്നത് ഇന്ത്യ ആസ് എ നേഷൻ, ഇന്ത്യ ആസ് എ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ആസ് ദി സ്റ്റേറ്റ്. ഇവിടുത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ നേഷനും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, സ്റ്റേറ്റും ഉണ്ട്. നേഷൻ ആൻഡ് ദി സ്റ്റേറ്റ്. അതായത് നേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമാജിൻഡ് പൊസിഷൻ ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമാജിൻഡ് പൊസിഷൻ അല്ല, അതിനൊരു എക്സിസ്റ്റൻസ് ഉണ്ട്. ഇപ്പം നേഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാം, ഒരു വളരെ ബേസിക് ആയിട്ട് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ വിചാരിക്കുക, കമല ഹാരിസ് US-ന്റെ വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് ആവാൻ ഇലക്ട് ചെയ്യാൻ മത്സരിച്ചു, പക്ഷേ തോറ്റു. അപ്പം നമ്മളെന്ന് വിചാരിക്കുന്നു, കമല ഹാരിസ് ഇന്ത്യൻ സിറ്റിസൺ അല്ല, US സിറ്റിസൺ ആണ്, US-ൽ പ്രസിഡന്റ് ആവാൻ അധികാരമുള്ള ആളാണ്. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോയത് കൊണ്ട് കമല ഹാരിസും ഇന്ത്യയുടെ പാർട്ടാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുക,
നേഷൻ എന്ന് വിചാരിക്കുക. അതൊരു കളക്റ്റീവ് ബീയിങ്നെസ്സിനാണ്, അല്ലെങ്കിൽ ടുഗദർനെസ്സിനെയാണ് നമ്മളെന്ന് വിളിക്കുക നേഷൻ എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബോളിവുഡ് സിനിമ കാണുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ രജനീകാന്തിൻ്റെ സിനിമ കാണുന്ന വെസ്റ്റേണേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ മൂവീസ് കാണുന്ന വെസ്റ്റേണേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ യോഗ ചെയ്യുന്ന ഇന്ത്യൻ ആയുർവേദത്തിൽ വിശ്വസിക്കുന്ന വേറെ കൺട്രീസിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇവരെല്ലാം എന്തിൻ്റെ പാർട്ടാണ്? നേഷൻ്റെ പാർട്ടാണ്. ദാറ്റ് ഈസ് ദിസ് ഇസ് എ കമ്മ്യൂണിറ്റി ഹെൽഡ് ടുഗദർ ബൈ കളക്റ്റീവ് ബിലീഫ്സ്, ആസ്പിറേഷൻസ് ആൻഡ് ഇമാജിനേഷൻസ്. ഒരുമിച്ചുള്ള ഇപ്പം അക്ഷയ് കുമാർ കനേഡിയൻ സിറ്റിസൺ ആയിരുന്നു, ആ സമയത്തും ഇന്ത്യയുടെ ഇഷ്യൂവിൽ ഇടപെടുന്നു. എന്ത് പറ്റും? ദാറ്റ് മീൻസ് ഈസ് പാർട്ട് ഓഫ് ഇന്ത്യ ആസ് എ നേഷൻ. ഇതൊരു ഇമാജിൻഡ് പൊസിഷനാണ്. ഇവിടെ എന്തില്ല, നമുക്ക് ലിമിറ്റേഷൻ പറയാൻ പറ്റില്ല, ബൗണ്ടറി പറയാൻ പറ്റില്ല. ഇപ്പോൾ സ്റ്റേറ്റ് എടുക്കുവാണെങ്കിൽ നേഷൻ എന്ന് പറയും, ഇന്ത്യ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏത് വരയ്ക്കും? ഇന്ത്യയുടെ മാപ്പ് വരച്ചിട്ട് പറയും ഇതാണ് ഇന്ത്യ. പക്ഷെ നേഷൻ എന്നില്ല, നോ ബൗണ്ടറീസ്. ഇതിന് ബൗണ്ടറീസ് ഇല്ല, എവിടെ വേണേലും ആവാം. ഫോർ എക്സാമ്പിൾ ഒരു ഇന്ത്യക്കാരൻ എന്ത് ചെയ്തു? ബഹിരാകാശത്ത് പോയി എന്ന് വിചാരിക്കാം. അവിടെ ഇരുന്നിട്ട് ഇന്ത്യയെക്കുറിച്ച് ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹരിതാഭയും ഊഷ്മളതയൊക്കെ ആലോചിക്കുകയാണെങ്കിൽ പോലും അവരും എന്തിൻ്റെ പാർട്ടാണ്? ഇന്ത്യ ആസ് എ നേഷൻ്റെ പാർട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ആസ് നേഷൻ്റെ പാർട്ടാണ് ഈ പറയുന്ന ഹയർ. അപ്പം ആര് വിശ്വസിക്കുന്ന അവരെല്ലാവരും എന്നാണ് ഇന്ത്യ ആസ് എ നേഷൻ്റെ പാർട്ടാണ്. ഇനിയിപ്പോൾ സ്റ്റേറ്റ് നോക്കിക്കുക. സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? കുറച്ചും കൂടി ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള പൊസിഷനാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് UPSC 2022 പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ബേസിക് എലമെന്റ്സ് ഓഫ് സ്റ്റേറ്റ് ആർ പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെന്റ് ആൻഡ് സോവറിറ്റി. 4 കമ്പോണന്റ് ആണ് എന്ത് പറയുന്നത് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷനിലുള്ളത്. പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെന്റ് ആൻഡ് സോവറിറ്റി. 4 കമ്പോണന്റ് ആണ്. ഒന്ന് പോപ്പുലേഷൻ. നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉള്ള ആളുകളാണ് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ എന്തിൻ്റെ പാർട്ടാണ്? പോപ്പുലേഷൻ്റെ പാർട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്? ആധാർ കാർഡ് ഉണ്ടായിരിക്കും, നമുക്ക് പാസ്പോർട്ട് ഉണ്ടായിരിക്കാം. ഇതെല്ലാം എന്തിൻ്റെ പാർട്ടാണ്? പോപ്പുലേഷൻ്റെ പാർട്ടാണ്. ഒരു സ്റ്റേറ്റ് ആവണം, ഒരു നേഷൻ സ്റ്റേറ്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യ ആസ് എ സ്റ്റേറ്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഒന്നാമത് എന്ത് വേണം? ഒരു പോപ്പുലേഷൻ വേണം. ഇത്രയും പോപ്പുലേഷൻ, അല്ലെങ്കിൽ 140 കോടി ആളുകൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ സ്റ്റേറ്റിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് നമ്മൾ കവർ ചെയ്തു. ഇനി രണ്ടാമത്തെ നോക്കിയേ, ടെറിട്ടറി. നമ്മൾ നേരത്തെ വരച്ചില്ലേ, മാപ്പ് വരച്ചില്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ ഒരു മാപ്പ് വരയ്ക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ടെറിട്ടറി എന്ന് പറയാം. അതായത് ഡിഫൈൻഡ് മാപ്പിൽ എന്തുണ്ടായിരിക്കണം? ഒരു ടെറിട്ടറി ഉണ്ടായിരിക്കണം. ഒരു ടെറിട്ടറി നമുക്ക് ഉണ്ടായിരിക്കണം. ടെറിട്ടറിയുടെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് അവിടെ നമുക്ക് വരുന്നത്. ടെറിട്ടറി നമുക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്പേസ്, ഒരു ജോഗ്രഫിക്കൽ പൊസിഷൻ, അതിനെയാണ് നമ്മൾ ടെറിട്ടറി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത നോക്കിയേ, ഗവൺമെന്റ്. ഇതെന്തായിരിക്കണം? വെറും ഗവൺമെന്റ് അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് ഉണ്ടായിരിക്കണം. ഈ ഗവൺമെന്റ് എന്തും ആവാം കേട്ടോ, ഡെമോക്രാറ്റിക് ആവാം, ഓട്ടോക്രാറ്റിക് ആവാം, മൊണാർക്കി ആവാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ എന്തുണ്ടായിരിക്കണം? ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് ഉണ്ടായിരിക്കണം. ഈ പറയുന്ന പോപ്പുലേഷന് ഈ ഗവൺമെന്റിനെ ഒബേ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നും ഉണ്ടായിരിക്കണം. ഇതിനെയാണ് നമുക്ക് എന്ത് വിളിക്കുക? മൂന്നാമത്തെ കമ്പോണന്റ്, ദാറ്റ് ഈസ് ഗവൺമെന്റ് ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ 3 കമ്പോണന്റാണ് പറഞ്ഞത്. പോപ്പുലേഷൻ, അവിടെയുള്ള എല്ലാ ആളുകളും, ആ സിറ്റിസൻസിനെ എല്ലാം ചേർത്താണ് നമ്മൾ പോപ്പുലേഷൻ പറഞ്ഞത്. ദെൻ ടെറിട്ടറി, ആ ഡിഫൈൻഡ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ടെറിട്ടറി പറഞ്ഞു. ഇനി ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് വേണമെന്ന് പറഞ്ഞു, ഗവൺമെന്റും അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നാലാമത്തെ എന്താണ്? സോവറിറ്റി. സോവറിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഗവൺമെന്റിന് എന്തുണ്ടായിരിക്കണം? സോവറിറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പരമാധികാരം ഉണ്ടായിരിക്കണം. ആ ഗവൺമെന്റ് എടുക്കുന്ന ആക്ഷനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. എക്സ്റ്റേണലോ ഇന്റേണലോ ആയിട്ടുള്ള മെക്കാനിസംസ് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്ത്യ ഒരു ആക്ഷൻ എടുക്കുന്നു. ഇപ്പൊ വിചാരിക്കുക 2019 നമ്മൾ എന്ത് ചെയ്തു? ജമ്മു കാശ്മീരിനെ നമ്മൾ സ്റ്റേറ്റ്ഹുഡ് മാറ്റി യൂണിയൻ ടെറിട്ടറി ആക്കി. ഇന്ത്യയുടെ തീരുമാനമല്ലേ? വേറെ ആർക്കെങ്കിലും ഇടപെടാൻ പറ്റുമോ? ബിക്കോസ് ഇന്ത്യ ഹാസ് സോവറിൻ പവർ, അതായത് പരമാധികാരം ഉണ്ടായിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ളതിനെക്കാട്ടിലൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ സോവറിറ്റി ആണ്. സോവറിറ്റി ഡിഫൈൻസ് എ സ്റ്റേറ്റ്. സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുക. ഇതിപ്പം ഓർത്തിരിക്കുക, ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരള ആസ് എ സ്റ്റേറ്റ് അല്ല, അത് എ സ്റ്റേറ്റ് ആണ്. ഇത് ദി സ്റ്റേറ്റ്, പൊളിറ്റിക്കൽ കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ കൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കിയാൽ ഇപ്പം നമ്മൾ നേഷൻ പറഞ്ഞു, സ്റ്റേറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് പറഞ്ഞു. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നോക്കിയാൽ ഇന്ത്യ ഒരു നേഷനാണോ ഒരു സ്റ്റേറ്റ് ആണോ? ഇന്ത്യ ഒരു
നേഷൻ ആണോ ഇന്ത്യ ഒരു സ്റ്റേറ്റ് ആണോ? ഇതൊരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇന്ത്യ ആസ് എ സ്റ്റേറ്റ്, നമുക്ക് പോപ്പുലേഷൻ ഉണ്ട്, നമുക്ക് ടെറിട്ടറി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഗവൺമെന്റ് ഉണ്ട്, ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് ഉണ്ട്, സോവറൻറ്റി ഉണ്ട്. നമ്മൾ എന്താണ്? സ്റ്റേറ്റ് ആണ്. പക്ഷേ പല സമയത്തും നമുക്ക് അതിനേക്കാട്ടിലും വലുതായിട്ട് എന്ത് കാണാൻ പറ്റും? നമുക്ക് നേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കാണാൻ പറ്റും. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം നിൽക്കുന്നില്ല. ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പുറത്തോട്ട് പോയ ആളുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പോയിരുന്നിട്ട് പറയുന്നുണ്ടാവും കേരളത്തിലെ സദ്യ ആയിരിക്കും സൂപ്പറെന്ന്, അല്ലെങ്കിൽ അവിടെ കേരളത്തിന്റെ സദ്യ വേണമെന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കും, ഓണം ആഘോഷിക്കുന്നുണ്ടായിരിക്കും. ഇവരെല്ലാം എന്തിന്റെ പാർട്ടാണ്? ഇന്ത്യ ആസ് എ നേഷന്റെ പാർട്ടാണ്. ഇന്ത്യ ആസ് എ നേഷന്റെ പാർട്ടാണ്. അപ്പം ഓർത്തിരിക്കുക, ഇന്ത്യ നേഷനാണോ സ്റ്റേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ എന്താണ്? രണ്ടുമാണ്. ഇന്ത്യ നേഷനുമാണ്, ഇന്ത്യ സ്റ്റേറ്റും ആണ്. ഇത് ഓർത്തിരിക്കുക. ഇതെല്ലാം ബേസിക് ആണ്, NCERTC നിന്ന് മാത്രം വരുന്ന കണ്ടന്റ്. ഇനിയിപ്പം ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് നോക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫ്രീഡം കൂടെ, അല്ലെങ്കിൽ രണ്ട് റൈറ്റും കൂടെ. ഒന്ന് ഇക്വാലിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UPSC ചോദിച്ചിട്ടുണ്ട്, ഈ സൊസൈറ്റി ഈക്വൽ ആണോ അല്ലയോ? ഇതാണ് നമുക്ക് ഇവിടുത്തെ ഡിസ്കസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ സൊസൈറ്റി GS 1 അതുപോലെ തന്നെ GS 2 സോഷ്യൽ ജസ്റ്റിസിലും ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഈസ് എ സൊസൈറ്റി ഈക്വൽ? എന്തൊക്കെ ഇനീക്വാലിറ്റി ഉണ്ട്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജെൻഡർ ഇനീക്വാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻകം ഇനീക്വാലിറ്റി ഉണ്ട്, എക്കണോമിക് ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്, എല്ലാ ടൈപ്പിലും നമുക്ക് ഇനീക്വാലിറ്റി കാണാൻ പറ്റും. ഇപ്പം ഇവിടുത്തെ ഇക്വാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് ആർട്ടിക്കിൾ 14 പഠിക്കുമ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കാം. ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക, രണ്ട് കൺസെപ്റ്റിന്റെ മിക്സ് ആണ് ഇന്ത്യയിൽ എടുക്കുന്നത്. ഒന്ന് ട്രീറ്റിംഗ് എവ്രി വൺ ഈക്വൽ, എല്ലാവരും എന്ത് ചെയ്യുക? ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. ട്രീറ്റിംഗ് എവ്രി വൺ ഈക്വൽ, എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈക്വൽസ് വിൽ ബി ട്രീറ്റഡ് ഈക്വലി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിസർവേഷൻ എല്ലാവർക്കും കിട്ടില്ല, വളരെ കുറച്ച് ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സിനെ കിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് കിട്ടുന്നത്? അവർക്കാണ് ആ ഇഷ്യൂ ഉള്ളത്, അതുകൊണ്ട് അവരെ മാത്രം എന്ത് ചെയ്യും? അതിൻ്റെ പാർട്ടിലായിട്ട് ട്രീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നാഷണൽ ഫുഡ് സെക്യൂരിറ്റീസ് ആക്ടിൻ്റെ അടിയിൽ ഇപ്പോൾ 5 കിലോ റൈസ് നമുക്ക് തരുന്നു എന്ന് വിചാരിക്കുക, അല്ല എല്ലാവർക്കും കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ഇത് ആർക്ക് കൊടുക്കണ്ട? ഒരു അംബാനിക്കോ അദാനിക്കോ കൊടുക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? കാരണം അവർ ഈക്വൽസ് അല്ല. ഈക്വൽസിന് മാത്രം ഇത് കൊടുത്താൽ മതി. ഫുഡ് ഇല്ലാത്ത പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന് വേണ്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇന്ത്യ എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഈക്വൽസ് വിൽ ബി ട്രീറ്റഡ് ഈക്വലി. ഈക്വൽസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഫൈനലി പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇക്വാലിറ്റി, ദീസ് ആർ ടൈപ്സ് ഓഫ് ഇക്വാലിറ്റി. പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇക്വാലിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ഫങ്ഷൻ അല്ലെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനീക്വാലിറ്റി ഇതൊരു ഒറ്റയടിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഇന്നോ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനു വേണ്ടിയിട്ട് ആസ്പയർ ചെയ്യാം, ഇതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനും എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന കാര്യങ്ങളെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനും വർക്ക് ചെയ്യുന്നത്. അടുത്തൊരു ഐഡിയ ആണ്, ഇക്വാലിറ്റിയുടെ കൂടെ വരുന്നതാണ് ഫ്രീഡം. അതായത് ഇക്വാലിറ്റി ഉണ്ടായാൽ മാത്രം പോരാ, നമുക്ക് എന്ത് വേണം? ഫ്രീഡം ഉണ്ടാവണം. ഇപ്പം ഇതും UPSC പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഫ്രീഡം ഇൻ ഇന്ത്യ? വാട്ട് ഈസ് ഫ്രീഡം ഇൻ ഇന്ത്യ? അതായത് ഇവിടെ പറയുന്നത് ഫ്രീഡം ഈസ് ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ്. അപ്പോൾ ഇന്ത്യയുടെ കേസല്ല, ഇതൊരു ജനറൽ ഡെഫിനിഷൻ ആണ്. ഫ്രീഡം ഈസ് ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ്. ഇന്ത്യയിൽ എന്താണ്? ഇന്ത്യയിലല്ല, ജനറലി ഇതെന്താണ്? ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ് ആണ്. കൺസ്ട്രെയിൻസ് ഉണ്ടാവാൻ പാടില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എന്തല്ല, പല സമയത്തും ഈ ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എന്നല്ല, ഫീസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം എനിക്ക് തോന്നുന്നതൊക്കെ ചെയ്യാം എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഫീസിബിൾ അല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. എനിക്ക് തോന്നുന്നതെല്ലാം ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ഫ്രീഡം ഈസ് ഐഡന്റിഫൈഡ് ആസ് എക്സ്പാൻഡിങ് ദി എബിലിറ്റി ഓഫ് പീപ്പിൾ ടു എക്സ്പ്രസ് ദംസെൽസ് ഇൻ ഫുൾ പൊട്ടൻഷ്യൽ. ഒരാളുടെ കംപ്ലീറ്റ് പൊട്ടൻഷ്യലിനെ എപ്പോൾ എൻഷുർ ചെയ്യാൻ പറ്റുന്നോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്രീഡം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ് ഈസ് എബിലിറ്റി ഓഫ് പീപ്പിൾ ടു എക്സ്പ്രസ് ദംസെൽസ് ഇൻ ഫുൾ പൊട്ടൻഷ്യൽ. അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്രീഡം എന്ന് നമ്മൾ വിളിക്കുക.
ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നോ ഇൻഡിവിജ്വൽ ലിവിങ് ഇൻ സൊസൈറ്റി ക്യാൻ ഹോപ്പ് ഫോർ എൻജോയ് ടോട്ടൽ ആബ്സെൻസ് ഓഫ് എനി കൈൻഡ് ഓഫ് കൺസ്ട്രെയിൻസ്. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എബിലിറ്റിനെ കുറിച്ച് മാത്രം നമ്മൾ പറയുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഒരു കംപ്ലീറ്റ് കൺസ്ട്രെയിൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു സൊസൈറ്റിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോക്കാനേ പറ്റില്ല. അത് പോസിബിൾ അല്ല. അതിനകത്തൊരു പോസിബിലിറ്റി നമുക്കവിടെ ഉണ്ടാവില്ല. കാരണം ഒരാൾക്ക് കൂടുതൽ ഫ്രീഡം അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. പണമുള്ളവരോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉള്ളവരോ എന്ത് ചെയ്യും, എപ്പോഴും ബാക്കിയുള്ളവരെ അടിച്ചമർത്താനുള്ള ശ്രമം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീഡത്തിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്നത്. അതായത് ഹാം പ്രിൻസിപ്പിൾ പറയുന്നത് വേറൊന്നുമല്ല, എൻ്റെ ഫ്രീഡം ഉണ്ട്, എൻ്റെ ഫ്രീഡം എന്ത് ചെയ്യാൻ പാടില്ല, വേറൊരാളെ ഹർട്ട് ചെയ്യാൻ പാടില്ല. എനിക്കിങ്ങനെ കൈ വീശാം, പക്ഷേ ഈ വീശുന്നതിനിടയ്ക്ക് ആര് വരാൻ പാടില്ല, വേറൊരാളുടെ തല വരാൻ പാടില്ല. ഇതിനെയാണ് ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഫ്രീഡം എവിടെ ലിമിറ്റ് ആവും, വേറൊരാളെ ഹാം ചെയ്യുമ്പോൾ ലിമിറ്റ് ആവും. അതുപോലെ തന്നെ ഇതിനകത്ത് ലിബർട്ടി അല്ലെ ഫ്രീഡം എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുക്കുമ്പോൾ ഈ ലിബർട്ടി തന്നെയാണ് ഫ്രീഡം, ഫ്രീഡം തന്നെയാണ് ലിബർട്ടി. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഫ്രീഡം ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. ഈ നെഗറ്റീവ് ഫ്രീഡം എന്ന് പറയുന്നത് ഈ ആദം ഹവ്വ സ്റ്റോറിയിൽ കാണുന്നത്, എന്തും ചെയ്യാം പക്ഷെ അത് ചെയ്യരുത് എന്താണ്, ഒരു റെസ്ട്രിക്ഷൻ മാത്രം വെക്കും. പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, എന്ത് മാത്രം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആർട്ടിക്കിൾ 19 പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഓർത്തിരുന്നാൽ മതി. റെസ്ട്രിക്ഷൻ വെക്കുന്ന ലിബർട്ടിനെയാണ് എന്ത് പറയുക, നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയാം. ഇവിടെ പോസിറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സാധനങ്ങളൊക്കെ ചെയ്യാം, ഞാൻ പറയാത്തതൊന്നും ചെയ്യാൻ പാടില്ല. പോസിറ്റീവ്ലി പറയാം, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് പറയാം. അതിനെയാണ് നമ്മളെന്ന് വിളിക്കുക പോസിറ്റീവ് ലിബർട്ടി എന്ന് വിളിക്കുക. ഇത് നമുക്ക് ആർട്ടിക്കിൾ 19 വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഒരു ജസ്റ്റ് ഒരു ഡിസ്കഷനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ഉണ്ടെങ്കിൽ നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഓർത്തിരുന്നാൽ മതി. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഇതിൻ്റെ ഒരു ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സിനാരിയോസ് അല്ലെ ബേസിക് വാല്യൂസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും പൊളിറ്റിക്കൽ സിസ്റ്റവും ആയിരുന്നു പഠിച്ചിരുന്നത്. സോ ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് സെഷനിൽ വരുന്നത്. ഈ ബേസിക് വാല്യൂസ് പഠിക്കുക. ഇവിടെ നിന്നാണ് നമ്മുടെ കണ്ടന്റ് ബിൽഡായി വരുന്നത്. സോ താങ്ക് യു ഓൾ, സീ യു നെക്സ്റ്റ് ടൈം.